ഹായ് ഗൈസ്, അമലാണ്. ലഡാക്ക് സീരീസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലേയിലാണ്. ലേയിൽ നിന്ന് അടുത്ത നൂബ്ര വാലിയിലേക്ക് പോകുന്ന ദിവസമാണ്. സോ വിയ കർദുംഗ്ല പാസ്. കറന്റ് രണ്ടാമത്തെ മോട്ടോ ബൈക്ക് പാസ്സാണ്. മിംഗ്ല പാസ് ഇല്ലെങ്കിൽ മൂന്നാമത്തെ ആണ്, എല്ലാവർക്കും അറിയാം. വെരി മച്ച് എക്സൈറ്റഡ് ഫോർ ദാറ്റ് കർദുംഗ്ല പാസ്. നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്. എങ്ങനെയായിരിക്കും ഹെൽത്ത് കണ്ടീഷൻ ഒന്നും അറിയത്തില്ല. ലേയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ചാരു പാലസ്. ലേ മാർക്കറ്റിന്റെ അടുത്താണ് വരുന്നത്. സോ ലേ മാർക്കറ്റിൽ പർച്ചേസിനും കാര്യങ്ങൾക്ക് പോകാൻ തൊട്ടടുത്താണ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കർദുംഗ്ല പാസ് തന്നെയാണ്. ഏകദേശം 40-45 കിലോമീറ്ററോളം ഉണ്ട് ലേന്ന്. ഇപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സീനിക് ഡ്രൈവ് ആണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ വലിയ ഓഫ് റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലിയർ റോഡ് തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് മാർഷൽ എന്ന് പറയുന്ന ഒരാളുണ്ടാവും. നമ്മൾ ടീം ക്യാപ്റ്റൻ എന്നോ അല്ലെങ്കിൽ ഗൈഡ് എന്നോ പറയാവുന്ന ഒരാളാണ് മാർഷൽ എന്ന് പറയുന്നത്. ലഡാക്കിൽ തന്നെയുള്ള എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ പുള്ളിക്കാവുമ്പം ഷോർട്ട് കട്ട്സിൻ്റെ കാര്യവും എവിടെയൊക്കെ ചെക്കിംഗ് ഉണ്ട്, ഏതൊക്കെ പെർമിറ്റ് എവിടെയൊക്കെയാണ് കാണിക്കേണ്ടതെന്നുള്ള ഒരു ക്ലിയർ ഐഡിയ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ ആയിരിക്കും നമ്മൾ ഈ കംപ്ലീറ്റ് ട്രിപ്പും ട്രാവൽ ചെയ്യുന്നത്. ഇനി നമ്മൾ കർദുംഗ്ല പാസ് എത്തുന്നതിന് മുന്നേ നമുക്കൊരു പോയിന്റ് ഉണ്ട്, സൗത്ത് പോൾ എന്ന് പറയും, അല്ലെങ്കിൽ സൗത്ത് പുളു എന്ന് പറയും. അവിടെ നിന്നാണ് നമ്മൾ കർദുംഗ്ല പാസിലേക്ക് പോകാനുള്ള പെർമിറ്റ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ക്ലൈമറ്റിക് സിറ്റുവേഷൻസ് കാരണം മുകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ റോഡിൽ എന്തെങ്കിലും ബ്ലാക്ക് ഐസ് ഫോർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ കടത്തി വിടത്തില്ല. ബൈക്കിന് 4x4 ചെയിൻ ഇട്ടോ വണ്ടിയിലോ മാത്രമേ നമ്മളെ കടത്തി വിടത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം നമുക്ക് അടുത്ത എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലഡാക്കിലേക്ക് പോകുന്ന സമയത്ത് ആദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പെർമിറ്റ് നമ്മൾ എടുക്കണം. ഇന്ത്യൻസിനും പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ബൈക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പെർമിറ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ പെർമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ജസ്റ്റ് ലഡാക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ ഡൊമസ്റ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഡൊമസ്റ്റിക് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കയറിയിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ഏകദേശം ഒരുപാട് ലൊക്കേഷൻസ് അതിൽ കാണിക്കും എന്തൊക്കെ പെർമിറ്റ് ആണെന്ന്. അതിൽ 23ഓളം പെർമിറ്റ്സ് ഉണ്ട്, 23ഓളം ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ക്ലിക്ക് ചെയ്യുക. അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാ പെർമിറ്റും കൊടുക്കുക. കാരണം നമ്മളിപ്പം ക്ലൈമറ്റിക് സിറ്റുവേഷൻസ് കാരണം നമുക്ക് ചിലപ്പോൾ ഡൈവേർട്ട് ആവാം. അങ്ങനെ പല സിറ്റുവേഷൻസ് ലഡാക്കിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലൊക്കേഷൻ്റെയും പെർമിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഏകദേശം ഒരു 400 രൂപയോളം മാത്രമേ നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് നമ്മൾ ട്രിപ്പ് എൻഡ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് എല്ലാം അതിൽ നമുക്ക് കൊടുക്കണം. ഒരു സിമ്പിൾ വെബ്സൈറ്റ് മാത്രമാണ്. നമുക്ക് എളുപ്പം ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെർമിറ്റ് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് നമ്മൾ ഈ വെബ്സൈറ്റിനകത്ത് കയറുന്ന സമയത്ത് ടൂറിസ്റ്റിന് വേണ്ടി ഒരുപാട് ഇൻഫോർമേഷൻസ് അതിൽ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അപ്പോൾ അതിൽ ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2-3 പോയിന്റ്സ് ഒന്ന് എടുത്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ ലേയിൽ എത്തിയതിന് ശേഷം നമുക്ക്, ഇപ്പോൾ ഞാൻ ബൈ റോഡാണ് എത്തിയത്. മണാലി ടു സർച്ചു ടു ലേയിലാണ് എത്തിയത്. നമുക്ക് ബൈ ഫ്ലൈറ്റിൽ നമുക്ക് വരാൻ വേണ്ടി പറ്റും. വന്നാൽ തന്നെ നമ്മളൊരു 48 hours നമ്മൾ ലേയിൽ നിൽക്കണമെന്നാണ്. കാരണം ഓൾട്ടിറ്റ്യൂഡായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. മെയിൻലി ബേസിക്കലി ഫ്ലൈറ്റിൽ വരുന്നവർ ഡയറക്റ്റ്ലി 13,000 അടി ഓൾട്ടിറ്റ്യൂഡിലേക്കാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഒരു മിനിമം 48 hours നമ്മൾ നിന്ന് ആ ഓൾട്ടിറ്റ്യൂഡായിട്ട് അഡ്ജസ്റ്റ് ആവുക. പിന്നെ അതേപോലെ തന്നെ ഡൈമോക്സ് എന്ന് പറയുന്ന ടാബ്ലറ്റിൻ്റെ കാര്യം ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈമോക്സ് എന്ന് പറയുന്ന ടാബ്ലറ്റ് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തലേ ദിവസം ഞാൻ ഡൈമോക്സ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി 2 ഡൈമോക്സ് വെച്ച് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ, ടാബ്ലറ്റ്സിൻ്റെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല, കൺസ്യൂം ചെയ്യാൻ വേണ്ടിയുള്ള ഇഷ്യൂസ് ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും ഡൈമോക്സ് കൺസ്യൂം ചെയ്യാം. പറയുന്നതെന്ന് പറയുന്നത് 2 days മുന്നേ എന്നെ കൺസ്യൂം ചെയ്താൽ ബെറ്റർ ആയിരിക്കുമെന്ന് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. സോ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, ടാബ്ലറ്റ്സ് കഴിക്കുന്നതിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ലേയിലേക്ക് എത്തുന്നതിന് മുന്നേ 2 ദിവസം പ്രയർലി നമുക്ക് കൺസ്യൂം ചെയ്യാം. അതേപോലെ ലേയിൽ നിന്ന് നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നുണ്ട്. കർദുംഗ്ല പാസ്, മിംഗ്ല പാസ്, പല ഓൾട്ടിറ്റ്യൂഡിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ AMS അടിക്കാൻ നമുക്ക് വളരെയധികം ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഡൈമോക്സ് എടുക്കുക. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നുള്ള കാര്യം. ഡെയിലി ഒരു 2 to 3 liters ഓഫ് വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുക. ഇപ്പം 2 to 3 ലിറ്റർ നോക്കണം. നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു ഇതുണ്ടാവത്തില്ല. എന്നാൽ പോലും വെള്ളം കുടിക്കുക, നല്ല രീതിക്ക്
ഹൈഡ്രേറ്റഡ് ആവുക. ഡീഹൈഡ്രേഷനാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഇഷ്യൂസ് എല്ലാവർക്കും ഇവിടെ ഫേസ് ചെയ്യുന്നത്. അത് കാരണമാണ് ഹെഡേക്കും പല ഇഷ്യൂസും നമുക്ക് വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൺസ്യൂം ചെയ്തതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും, നമ്മൾ ORS ഉണ്ടല്ലോ, അത് കൺസ്യൂം ചെയ്താലും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സോ ഇത് നിങ്ങളൊന്ന് ബേസിക്കലി ബൈ റോഡ് പോകുന്നവരാണെങ്കിലും ബൈ ഫ്ലൈറ്റിൽ വരുന്നവരാണെങ്കിലും ഈ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ സൗത്ത് പോളിലാണ് ഖർദുംല പാസിൻ്റെ. ഇതിൻ്റെ സൗണ്ട് കുറച്ച് ഇഷ്യൂസ് ആയിരിക്കും, എനിക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് മൈക്ക്. സോ എന്തായാലും കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഖർദുംല പാസിൻ്റെ ഒരു എൻട്രി, ഖർദുംല പാസ് വന്നവർക്ക് അറിയായിരിക്കും സൗത്ത് പോൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ആ സ്നോഫോള് ഓൾറെഡി ഇവിടെ നല്ല സ്നോഫോളാണ്. സോ എക്സ്പെക്ടിങ് സം ബിഗർ തിങ്സ് ഇൻ ഖർദുംല. അങ്ങനെ ഖർദുംല പാസ് എത്തിയായിരുന്നു. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ കണ്ട് നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന്. ഫുള്ളി ക്രൗഡഡാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഫുള്ളി ക്രൗഡഡാ. 17,000 അബോവ് ഫീറ്റ്സിലാണ്. എൻ്റെ ഡ്രസ്സ് കണ്ടാലും നിങ്ങൾക്കറിയാം ഓൺ ദ വേ ഫുൾ സ്നോഫോളായിരുന്നു. സോ എനിവേ ഇറ്റ്സ് എ ബെറ്റർ എക്സ്പീരിയൻസ്, ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രാവശ്യം ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ബൈക്ക് ഡ്രൈവ് പറ്റാത്തവർക്ക് ടെമ്പോ ട്രാവലറിലോ കാറിലോ നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം. കറക്റ്റ് രീതിയിൽ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ജൂൺ ആയിക്കോട്ടെ, ജൂലൈ ആയിക്കോട്ടെ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് വരാം. അതിൽ ജൂൺ ജൂലൈ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിവേ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്, എനിക്കറിയത്തില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന്. എന്തായാലും അവിടെ ഫുള്ള് തിരക്കാണ്. ബൈക്കൊക്കെ വെച്ചൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്, പക്ഷെ അതിനൊന്നുള്ള സാഹചര്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതെൻ്റെ റൈഡിങ് പാർട്ണറാണ്. ഹീസ് ഫ്രം പുള്ളി മധ്യപ്രദേശിൽ നിന്നാണ്. ടേക്കിംഗ് ഹിസ് മാസ്ക്. ഓക്കെ, സോ ഈസ് മിസ്റ്റർ രാജേഷ് ഫ്രം മധ്യപ്രദേശ്. ഹായ്. സോ we hope we'll take one photo from there, no? Yeah. എന്തായാലും 10 മിനിറ്റിന് മുകളിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞാൽ ഇഷ്യൂ ആയിരിക്കും. നമുക്ക് ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ എനിവേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈഫ് ടൈമിൽ ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ആരാണെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഏജ് ഒന്നും മാറ്റേഴ്സ് അല്ല. അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. ശ്വാസ തടസ്സം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ലങ്സ് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഇഷ്യൂസ് ഉള്ളത്. ബാക്കി ആർക്കും മെഡിസിൻസ് ഒക്കെ എടുത്ത് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ടെമ്പോയിലോ കാറിലോ ഒക്കെ വന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എനിവേ ഇറ്റ്സ് എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ ഖർദുംല പാസിൻ്റെ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു. നമ്മൾ സൗത്ത് പുളു എന്ന് പറയുന്ന ഒരു പോയിന്റ് കവർ ചെയ്തിട്ടാണല്ലോ ലേയിൽ നിന്ന് ഖർദുംല പാസിലേക്ക് എത്തിയത്. ഇപ്പം ഇതേപോലെ തന്നെ ഖർദുംല പാസിൽ നിന്ന് നൂബ്ര വാലിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കവർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നോർത്ത് പുളു എന്ന് പറയും. അപ്പം കൂടുതലും ആൾക്കാർ ലേയിൽ നിന്ന് നൂബ്ര വാലിയിലേക്ക് ഖർദുംല പാസ് വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ലേ ടു നൂബ്ര വാലി തന്നെയാണ് പോകുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നോർത്ത് പുളു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാകുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഡാക്കിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ആൾക്കാർ അവിടെ ചെന്നാൽ ടേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മോമോസ് ആയിക്കോട്ടെ, മാഗി ആയിക്കോട്ടെ, പിന്നെ ഫ്രൈ റൈസ് ഉണ്ട്, പിന്നെ അവിടുത്തെ ദാൽ റൈസും അങ്ങനത്തെ പല റൈസ് ഐറ്റംസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്.
അതിനനുസരിച്ചുള്ള കോസ്റ്റും നമുക്ക് അവിടെ ഉണ്ട്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ലഡാക്കിൽ പല ഭാഗങ്ങളിൽ പല റേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കർദുങ്ല പാസ് ഈ പറയുന്ന നോർത്ത് പോളിലേക്ക് എത്തിയ സമയത്ത് കോഫിക്ക് 70-80 രൂപ റേഞ്ചിലും, ഫ്രൈ റൈസിന് എഗ് ഫ്രൈ റൈസ് ആണ് 150-140 റേഞ്ച്, അതേപോലെ തന്നെ മാഗിക്ക് ഒരു 70-80 രൂപ റേഞ്ചൊക്കെ വരാറുണ്ട്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പം ഈ എമൗണ്ട് കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇത്രയും ഓൾട്ടിറ്റ്യൂഡിൽ അവർ കൊണ്ട് ഫുഡ് സെർവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. പിന്നെ നമ്മൾ അടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ദീക്ഷിത് മൊണാസ്ട്രി വരുന്നുണ്ട്, നൂബ്ര വാലിയിൽ ഹുണ്ടർ വരുന്നുണ്ട്, സാം ഡ്യൂൺസ്. അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പം നൂബ്ര വാലിയിലാണ്. സോ നൂബ്ര വാലിയിലെ മനോഹരമായ ദീക്ഷിത് മൊണാസ്ട്രിയുടെ ഏറ്റവും ടോപ്പിലാണ്. നമുക്ക് നൂബ്ര വാലി കംപ്ലീറ്റ്ലി നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു സ്പോട്ടാണ് നൂബ്ര വാലി എന്ന് പറയുന്നത്. വരിക, എക്സ്പ്ലോർ ചെയ്യുക നൂബ്ര വാലി. നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ക്ലൈമാറ്റ്. ഏകദേശം 6 മണി ആവാറായി. അപ്പോൾ നൂബ്ര വാലിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പം കാണുന്നത്. ഇതാണ് ബുദ്ധൻ്റെ സ്തൂപം വരുന്നത്. അതേപോലെ തന്നെ മൊണാസ്ട്രി ഈ ഒരു സൈഡിലാണ്. നല്ലൊരു സൺസെറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഇതാണെന്ന് തോന്നുന്നു നൂബ്ര വാലി. ഹുണ്ടറും നൂബ്ര വാലി അടുത്തടുത്താണ്. ഇപ്പോൾ ഹുണ്ടറാണോ നൂബ്ര വാലി ആണോ ഡൗട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ക്യാമൽ റൈഡിന് പോകാൻ വേണ്ടി. സോ എനിവേ എന്തായാലും നൂബ്ര വാലിയിൽ വരുന്നവരെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. എനിവേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വിട്ടുപോകരുത്. സോ ഞാൻ പറഞ്ഞു ഞാനിപ്പം നൂബ്ര വാലിയിലാണ്. സോ നൂബ്ര വാലിയിൽ നമ്മൾ ഹിൽസ് മൗണ്ടെയ്ൻസ് മാത്രമല്ല ഒരു ഡെസേർട്ടും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമോ. ഞാനിപ്പോൾ ഉള്ളത് ഹുണ്ടറിലാണ്, ഇവിടുത്തെ സാം ഡ്യൂൺസിലാണ്. ഇവിടെ വന്നാൽ എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൈഡാണ് ക്യാമൽ റൈഡ്, അതും ഡബിൾ ഹോൺഡ് ക്യാമൽ റൈഡ്. സോ അത് നമുക്ക് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, ഇന്ത്യയിൽ തന്നെ. എബ്രോഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ ആ ക്യാമൽ റൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ ഇവിടുത്തെ ഒരു കാഴ്ചകളാണ് നിങ്ങൾക്കിപ്പോൾ അടുത്ത സെക്കൻഡ്സിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ലേ ടു നൂബ്ര വാലി വിയ കർദുങ്ല പാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനി നാളെ നൂബ്ര വാലി ടു പാങ്കോങ്ങിൻ്റെ വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. സോ എനിവേ അമൽ സൈനിങ് ഓഫ്.